പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മളെ താഴ്ചയിൽ ഓർത്ത ദൈവമാണ്. നമ്മളത് കർത്താവിനെ നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. 136 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ എത്ര സ്തോത്രം ഓർത്താലും നമുക്ക് എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ സ്തോത്രത്തോടെ, സ്തുതിയോടെ, ആരാധനയോടെ വരണമെന്ന് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മളെ താഴ്ചയിൽ ഓർത്ത ദൈവമാണ്. സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി എത്ര വലിയ അത്ഭുതങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ താഴ്ച വന്നപ്പോൾ സ്തോത്രം, എല്ലാവരും നമ്മളെ കൈവിട്ടപ്പോൾ കർത്താവ് നമ്മളെ വിടുവിച്ച് തോർക്കുമ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദേവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവമാണ്. പലപ്പോഴും നമ്മൾ ഏകരെന്ന് കരുതിയ സ്ഥലത്ത് അവിടെ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവത്തിനെ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. പ്രിയമുള്ളവരെ, സ്തോത്രം. നമ്മുടെ ദൈവത്തിന് വേണ്ടി ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ സ്തോത്രത്തോടെ, സ്തുതിയോടെ നമ്മൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വരും. ആരും നമ്മോട് പറയണ്ട. പലപ്പോഴും പലരും നിർബന്ധിച്ച് സ്തോത്രം ചെയ്യുന്നത് ഞാൻ കണ്ടു. ദൈവദാസന്മാരോ ദൈവമക്കളോ നിർബന്ധിച്ചെല്ലാം നമ്മൾ സ്തോത്രം പാടും. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവർ എന്നെ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവർ, നമ്മളെപ്പോഴും സ്തോത്രം പറയുന്നവരായിരിക്കണം. നമ്മുടെ ദൈവം നമ്മളെ അടിമത്തത്തിൽ നിന്നും മിസ്രൈമ്യ അടിമത്തിൽ നിന്നും, അല്ലെങ്കിൽ സ്തോത്രം, കർത്താവിനെ അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ദൈവം നമ്മളെ നിത്യജീവൻ അവകാശമാക്കി തീർക്കുന്നതിന് നമ്മളെന്ന് സ്തോത്രം പറയണം. കർത്താവ് എന്ന ആരോഗ്യത്തെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ദൈവം നമുക്ക് നല്ല തലമുറകളെ തന്നതിനായിട്ട് നമ്മൾ സ്തോത്രം ചെയ്യണം. അനേക കുടുംബങ്ങൾ ദുഃഖഭവനങ്ങളായി മാറുമ്പോൾ, അനേക പ്രിയപ്പെട്ടവർ സ്തോത്രം മരണം വഴിയായും അല്ലെങ്കിൽ ആക്സിഡൻറ്റും അങ്ങനെയുള്ള അനേക അപകട മരണങ്ങളിലൂടെ ഈ ഭൂമിയിൽ നിന്ന് മാറുമ്പോൾ കർത്താവ് നമുക്ക് ഓരോ ദിവസവും തരുന്ന ആയുസ്സിന്, ആരോഗ്യത്തിന് നമ്മളെപ്പോഴും സ്തോത്രം പറയണം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവമാണ്. സ്തോത്രം. നമ്മൾ കൈത്താളത്തോടെ നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നവരായിരിക്കണം. സ്തോത്രം. നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മൾ വിടുവിച്ച ദൈവത്തിന്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് സ്തോത്രം ചെയ്യുകയും നമ്മളെപ്പോഴും സ്തോത്രവും സ്തുതിയും നമ്മുടെ സ്തോത്രം നാവിൽ വരുവാൻ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. അതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സ്തോത്രം. പുതിയ നിയമ ഭക്തന്മാരുടെ ജീവിതത്തിൽ സ്തോത്രം സ്തുതിയോടും കൂടി അവർ സ്തോത്രം ഓരോ കാര്യങ്ങളും ചെയ്യുവാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം പഴയ നിയമകാലത്തിൽ സ്തോത്രം ഒരു ആണിനെ കൊണ്ടുവന്ന് യാഗം കഴിക്കണം. എന്നാൽ പുതിയ നിയമകാലത്തിൽ സ്തോത്രം കർത്താവ് നമുക്ക് വേണ്ടി, പെസഹ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറക്കപ്പെട്ടു. ആ രക്തത്തിൻ്റെ വിലയ്ക്കായി നമ്മളെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ നമ്മൾ സ്തോത്രത്തോടെ, സ്തുതിയോടെ സ്തോത്രം നമ്മൾ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ കടന്നു വന്ന് സ്തോത്രം കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും സ്തോത്രത്തോടെ, സ്തുതിയോടെ കടന്നു വന്ന് കർത്താവിനെ വാഴ്ത്തുവാൻ. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ സ്തോത്രം, നമ്മൾ വാഹനങ്ങളിൽ പോകുമ്പോൾ, നമ്മൾ ജോലി മേഖലകളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, സ്കൂളുകളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ എല്ലാം കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. സ്തോത്രം എന്ന എങ്ങനെ സ്തോത്രം ചെയ്യണം? ഹൃദയശുദ്ധിയോടെ. നമ്മുടെ ജീവിതത്തിലുള്ള ബലഹീനതകളെ, കുറവുകളെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് കർത്താവിന് നിഷ്കളങ്കമായി ഒരു ദൈവവേദ സ്തോത്രം ചെയ്യുമ്പോൾ അവിടേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ സ്തോത്രവും സ്തുതിയും സ്തോത്രം കർത്താവിൻ്റെ കർത്താവിൽ നമ്മുടെ നാവിലേക്ക് ദൈവത്തോടുള്ള സ്തുതിയും ആരാധനയും വർദ്ധിച്ചു വരട്ടെ. സ്തോത്രത്തോടെ, സ്തുതിയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദാവീദെ പോലെ ദാവീദ് വലിയൊരു രാജാവായിരുന്നിട്ടും കർത്താവ് ആ ദാവീദിനെ കൊണ്ടുവന്ന് ഓർക്കുമ്പോൾ സ്തോത്ര സാഹചര്യങ്ങളെല്ലാം മറന്ന്, രാജസ്ഥാനത്തെ എല്ലാം മറന്ന് ദാവീദ് കർത്താവിനെ സ്തുതിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, സ്തോത്രം. മീകള് സ്തോത്രം, നീ രാജാവായിട്ടും എന്തിനാണ് ഇങ്ങനെ ആരാധിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. എന്നെ കാട്ടിൽ നിന്ന് സ്തോത്രം, എന്നെ കഷ്ടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമുണ്ട്. എന്നെ ഈ സ്ഥാനത്താക്കി ഈ രാജപദവി നൽകിയ ദൈവത്തെ എനിക്ക് ആരാധിക്കുവാൻ കഴിയത്തില്ലെന്നാണ് ദാവീദ് പറഞ്ഞത്. ദാവീദിനെ പോലെ നമുക്ക് സ്തോത്രം നമ്മുടെ പാപങ്ങളെ സ്തോത്രം നമുക്ക് വേണ്ടി ക്ഷമിച്ചു തന്ന ദൈവത്തെ, പരിശുദ്ധ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത ദൈവത്തെ കൈത്താളത്തോടെ സ്തോത്രം നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. സ്തുതി ഗാനത്തിന് ചില വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേ, ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേ, യേസപ്പാ സ്തോത്തിരം, യേസപ്പാ സ്തോത്തിരം, യേസപ്പാ സ്തോത്തിരം, യേസപ്പാ സ്തോത്തിരം.
ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേ. ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേ. என்ன வந்தாலும் ஏது வந்தாலும் அப்பாவை ஸ்தோத்தரிப்பேன். என்ன வந்தாலும் ஏது வந்தாலும் அப்பாவை ஸ்தோத்தரிப்பேன். ஏசப்பா ஸ்தோத்திரம், ஏசப்பா ஸ்தோத்திரம், ஏசப்பா ஸ்தோத்திரம், ஏசப்பா ஸ்தோத்திரம். ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേൻ. ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേൻ. പരിശുദ്ധ രക്തത്താൽ പാവങ്ങൾ കഴുകിയ അപ്പാവെ സ്തോത്തരിപ്പേൻ. പരിശുദ്ധ രക്തത്താൽ പാപങ്ങൾ കഴുകിയ അപ്പാവെ സ്തോത്തരിപ്പേൻ. യേസപ്പാ സ്തോത്തിരം, യേസപ്പാ സ്തോത്തിരം, യേസപ്പാ സ്തോത്തിരം, യേസപ്പാ സ്തോത്തിരം. ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേൻ. ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേൻ. കൈത്താളത്തോടും മത്താളത്തോടും അപ്പാവെ സ്തോത്തരിപ്പേൻ. യേസപ്പാ സ്തോത്തിരം, യേസപ്പാ സ്തോത്തിരം, യേസപ്പാ സ്തോത്തിരം, യേസപ്പാ സ്തോത്തിരം. ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേൻ. ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തരിപ്പേൻ. യേസപ്പാ സ്തോത്തിരം, 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 യേസപ്പാ സ്തോത്തിരം.